പശ്ചിമേഷ്യയിൽ തുടരുന്ന പ്രാദേശിക സംഘർഷങ്ങളും സുരക്ഷാ ആശങ്കകളും ശക്തമായ സാഹചര്യത്തിൽ UAE സർക്കാർ തങ്ങളുടെ പൗരന്മാർക്ക് ഇറാൻ, ലെബനൻ, ഇറാഖ് എന്നീ രാജ്യങ്ങളിലേക്കുള്ള യാത്രയ്ക്ക് താൽക്കാലിക വിലക്ക് ഏർപ്പെടുത്തി. ഏപ്രിൽ 30-ന് UAE വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ ഔദ്യോഗിക പ്രസ്താവനയിലാണ് ഈ നിർണായക തീരുമാനം പ്രഖ്യാപിച്ചിരിക്കുന്നത്. നിലവിലുള്ള സാഹചര്യത്തിൽ പൗരന്മാരുടെ സുരക്ഷയെ മുൻനിർത്തിയാണ് ഈ മുൻകരുതൽ നടപടിയെന്ന് അധികൃതർ വ്യക്തമാക്കുന്നു. ഇതിനൊപ്പം ഇപ്പോൾ ഇറാൻ, ലെബനൻ, ഇറാഖ് എന്നിവിടങ്ങളിൽ കഴിയുന്ന UAE പൗരന്മാർ എത്രയും വേഗം നാട്ടിലേക്ക് മടങ്ങിയെത്തണമെന്ന് ശക്തമായി നിർദ്ദേശിക്കുകയും അവിടെയുള്ള UAE ദൗത്യ സ്ഥാപനങ്ങളുമായി സ്ഥിരമായി ബന്ധം പുലർത്തി ഔദ്യോഗിക നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണമെന്നും മന്ത്രാലയം ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രദേശത്തെ സുരക്ഷാ സാഹചര്യം ഏതു വിധേനയും വഷളാകാൻ സാധ്യതയുള്ളതിനാൽ മുൻകരുതൽ നടപടികൾ കൂടുതൽ ശക്തമാക്കുകയാണ് UAEയുടെ ലക്ഷ്യം. ഈ തീരുമാനം പ്രധാനമായും UAE പൗരന്മാരെ ലക്ഷ്യമിട്ടുള്ളതാണെന്ന് ഔദ്യോഗിക രേഖകളിൽ വ്യക്തമായി പരാമർശിക്കുന്നു. വിദേശത്ത് താമസിക്കുന്ന പ്രവാസികളെയോ സന്ദർശകരായ മറ്റു രാജ്യങ്ങളുടെ പൗരന്മാരെയോ കുറിച്ച് ഈ വിലക്കിൽ പ്രത്യേക പരാമർശങ്ങളില്ല. അതിനാൽ UAEയിൽ നിയമാനുസൃത താമസ വിസയുള്ള ഇന്ത്യൻ പ്രവാസികൾക്ക് ഈ നിയന്ത്രണം നേരിട്ട് ബാധകമല്ല. അവരുടെ തൊഴിൽ, താമസം, നിയമപരമായ അവകാശങ്ങൾ എന്നിവയിൽ മാറ്റമൊന്നും ഉണ്ടാകില്ല. എങ്കിലും ഈ പ്രഖ്യാപനം എമിറേറ്റുകളിൽ താമസിക്കുന്ന വലിയ ഇന്ത്യൻ പ്രവാസി സമൂഹത്തിന് ആശങ്കകൾക്ക് ഇടയാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇറാൻ, ഇറാഖ്, ലെബനൻ എന്നീ രാജ്യങ്ങളുമായി കുടുംബ ബന്ധങ്ങൾ, വ്യാപാര ബന്ധങ്ങൾ, മതപരമായ യാത്രകൾ, ചികിത്സാ ആവശ്യങ്ങൾ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട് യാത്ര ചെയ്യേണ്ടവർക്കാണ് കൂടുതൽ ആശങ്കയുള്ളത്. യാത്രാ പദ്ധതികളിൽ മാറ്റങ്ങൾ വരുമോ, വിമാന സർവീസുകളിൽ തടസ്സമുണ്ടാകുമോ, ഇൻഷുറൻസ് പരിരക്ഷകൾക്ക് നിയന്ത്രണങ്ങൾ വരുമോ തുടങ്ങിയ ചോദ്യങ്ങൾ ഉയരുകയാണ്. വിമാന സർവീസുകളുടെ കാര്യത്തിൽ പരോക്ഷ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. പ്രാദേശിക സംഘർഷങ്ങൾ രൂക്ഷമാകുമ്പോൾ പല അന്താരാഷ്ട്ര വിമാന കമ്പനികളും സുരക്ഷാ കാരണങ്ങളാൽ റൂട്ടുകൾ മാറ്റുകയോ സർവീസുകൾ താൽക്കാലികമായി നിർത്തുകയോ ചെയ്ത അനുഭവം ഇതിനോടകം ഉണ്ടായിട്ടുണ്ട്. ഇറാൻ, ഇറാഖ് വ്യോമാതിർത്തികളിലെ അനിശ്ചിതത്വം കാരണം ഫ്ലൈറ്റുകൾക്ക് ഡൈവേർഷൻ, വൈകിപ്പ്, റദ്ദാക്കൽ എന്നിവ സംഭവിക്കാൻ സാധ്യതയുണ്ട്. UAE ട്രാൻസിറ്റ് ഹബ്ബായി ഉപയോഗിക്കുന്ന ഇന്ത്യൻ യാത്രക്കാർക്കും ഇതിന്റെ ആഘാതം അനുഭവിക്കേണ്ടി വരും. കൂടാതെ വലിയ കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ സാധാരണയായി സർക്കാർ സുരക്ഷാ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കുന്നതാണ്. അതിനാൽ ഉയർന്ന അപകട സാധ്യതയുള്ള രാജ്യങ്ങളിലേക്കുള്ള ഔദ്യോഗിക യാത്രകൾ നിയന്ത്രിക്കാൻ കമ്പനികളുടെ HR വിഭാഗങ്ങൾ തീരുമാനിക്കും. ഇത് UAEയിൽ ജോലി ചെയ്യുന്ന ഇന്ത്യൻ പ്രൊഫഷണലുകളുടെ ബിസിനസ് യാത്രകളെയും ബാധിക്കാൻ ഇടയാക്കും. ഇതിനിടെ ഇന്ത്യയും തങ്ങളുടെ പൗരന്മാർക്ക് പശ്ചിമേഷ്യയിലെ സുരക്ഷാ സാഹചര്യങ്ങളെക്കുറിച്ച് നിരന്തര മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ട്. ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിൽ ഇറാൻ, ഇറാഖ്, ലെബനൻ, ജോർദാൻ, സൗദി അറേബ്യ, UAE, യമൻ തുടങ്ങിയ രാജ്യങ്ങളെ സംബന്ധിച്ചുള്ള നിരവധി ട്രാവൽ അഡ്വൈസറികൾ പുറത്തിറങ്ങിയിരുന്നു. മിസൈൽ ആക്രമണ ഭീഷണികൾ, വ്യോമാതിർത്തി നിയന്ത്രണങ്ങൾ, സൈനിക നീക്കങ്ങൾ എന്നിവയുടെ പശ്ചാത്തലത്തിലാണ് ഈ മുന്നറിയിപ്പുകൾ. ഈ രാജ്യങ്ങളിൽ കഴിയുന്ന ഇന്ത്യൻ പൗരന്മാർ കൂടുതൽ ജാഗ്രത പുലർത്തുകയും തിരക്കേറിയ സ്ഥലങ്ങൾ ഒഴിവാക്കുകയും പ്രാദേശിക അധികൃതരുടെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും ഇന്ത്യൻ എംബസികൾ ആവർത്തിച്ച് ആവശ്യപ്പെടുന്നു. UAEയുടെ ഈ തീരുമാനം നേരിട്ട് ഇന്ത്യൻ പ്രവാസികളെ ബാധിക്കാത്തതായിരുന്നാലും പ്രാദേശിക സുരക്ഷാ സാഹചര്യങ്ങൾ മൂലം പരോക്ഷമായി നിരവധി മാറ്റങ്ങൾ അവരുടെ ജീവിതത്തിലും യാത്രാ പദ്ധതികളിലും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നിലവിലെ സാഹചര്യങ്ങളിൽ അനാവശ്യ യാത്രകൾ ഒഴിവാക്കി ഔദ്യോഗിക നിർദ്ദേശങ്ങൾ ശ്രദ്ധാപൂർവം പിന്തുടരുന്നതാണ് ഏറ്റവും സുരക്ഷിതമായ സമീപനം. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.